അങ്ങനെ ഒരു ദിവസം അവളുടെ വൃദ്ധനായ ഭർത്താവട്ടെ അവളെ ഒരു പാർട്ടിക്ക് കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നു. പെൺകുട്ടിയുടെ ഭർത്താവ് ചെയ്തു കൂട്ടിയ ക്രൂരതകളുടെ എല്ലാം തെളിവുകളും പെൺകുട്ടി ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോലീസിന് കൈമാറാൻ വേണ്ടിയിട്ട് പെൺകുട്ടി ഒരു അവസരം കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പെൺകുട്ടിയെ ഈ പാർട്ടിക്കായി കൊണ്ടുപോകാമെന്ന് അവളുടെ വൃദ്ധനായ ഭർത്താവ് കരുതിയത്. അങ്ങനെ അവൾ പാർട്ടിയിലേക്ക് എത്തുന്നു. അവളുടെ ഭർത്താവ് അറിയാതെ തന്നെ അയാൾക്കെതിരെ ശേഖരിച്ച തെളിവുകളുമായാണ് പെൺകുട്ടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ വെച്ച് 5 വർഷങ്ങൾക്ക് മുമ്പ് താൻ ഉപേക്ഷിച്ചു പോയ കാമുകനെ വീണ്ടും കണ്ടെത്തുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ സമയത്താവട്ടെ യുവാവിന്റെ ഉറ്റ സുഹൃത്ത് മുറിയുടെ വാതിൽക്കൽ നിന്ന് ഒരു കത്ത് കണ്ടെത്തിയതായി പറയുന്നു. അത് യുവാവിനെ ഏൽപ്പിക്കുന്നുമുണ്ട്. ആ യുവാവ് ആ എൻവലപ്പ് തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് പെൺകുട്ടിയുടെ വൃദ്ധനായ ഭർത്താവ് അയാൾ ഒരു കുറ്റവാളിയാണെന്നും അതിനുള്ള തെളിവുകളും അതിൽ നിന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയ യുവാവട്ടെ ഉടനടി തന്നെ തന്റെ സുഹൃത്തിനോട് പോലീസിനെ വിളിക്കാനായി പറയുന്നു. അതേസമയം പെൺകുട്ടി അവളുടെ വൃദ്ധനായ ഭർത്താവിന്റെ അടുത്തെത്തിയപ്പോൾ അവളുടെ കഴുത്തിലുള്ള നെക്ലേസ് നഷ്ടപ്പെട്ടതായി അയാൾ കണ്ടെത്തുന്നു. അയാൾ അവളെ ചോദ്യം ചെയ്തില്ല. പകരം പെട്ടെന്ന് തന്നെ അയാളോടൊപ്പം വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്നു. അവൾ നിസ്സഹായതയോടെ ഭർത്താവിന്റെ ശിക്ഷാ നടപടികൾക്കായി തറയിലേക്ക് മുട്ടുകുത്തിയിരിക്കുന്നു. അയാൾ അവളെ അടിക്കാൻ തുടങ്ങിയ സമയം കൊണ്ട് തന്നെ വീട്ടിന് പുറത്തു നിന്ന് പോലീസ് വണ്ടികളുടെ സൈറൻ മുഴങ്ങുന്നു. ആ എൻവലപ്പ് യുവാവിന്റെ കണ്ണിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് അവന്റെ മുറിയുടെ മുൻപിൽ അവൾ അത് ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നത്. ഏത് നിമിഷവും അവിടേക്ക് പോലീസ് എത്തുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളുടെ പദ്ധതികൾ വിജയിച്ചു എന്ന് പെൺകുട്ടി ആശ്വാസത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. ഈ സമയത്ത് അവളുടെ ഭർത്താവിനെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷേ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു കുറച്ചു നാളുകൾ മാത്രമേ അയാൾ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കൂ എന്നും അയാൾ ഉടനടി തന്നെ കുറ്റവിമുക്തനായി പുറത്തേക്ക് വരുമെന്നും. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയാവട്ടെ അവളുടെ കൂടെ ഏത് കാര്യത്തിനും സപ്പോർട്ടിനൊരാളുടെ ആവശ്യം പെൺകുട്ടിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇളയ സഹോദരിയെ അവൾ മനഃപൂർവ്വം സ്കൂളിലേക്ക് അയക്കാൻ വരുന്നു. ഈ സമയത്ത് യുവാവട്ടെ അവന്റെ സഹോദരനെയും സ്കൂളിലേക്ക് അയക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിയെ കാണുന്നുമുണ്ട്. അങ്ങനെ യുവാവട്ടെ അവളെ പിന്തുടർന്ന് അവളുടെ പുറകെ പോകുന്നു. അവളുടെ അടുത്തെത്തിയ യുവാവട്ടെ എന്തിനാണ് താനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു പോയേ എന്ന് അവളോട് ചോദിക്കുന്നു. അവനെ ഇനി ഒരിക്കലും സ്നേഹിക്കാത്തത് കൊണ്ടാണ് അവൾ ഉപേക്ഷിച്ചു പോയേ എന്ന് അവനോട് ചാട്ടിയത്തോടെ തന്നെ പറയുന്നു. അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. അവൾ പോകുന്നത് കണ്ടിട്ട് യുവാവട്ടെ അവളുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. പക്ഷേ ഈ സമയത്ത് പെൺകുട്ടി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, അപ്പോൾ എല്ലാ വിവരങ്ങളും അവനോട് പറയാമെന്ന് പറയുന്നു.